ഒരു വീടിനുള്ളിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിയമത്തിൻ്റെ ഏറ്റവും ഉയർന്ന വേദിയായ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വരെ എത്തുന്നുവെങ്കിൽ അത് സാധാരണ വിഷയമല്ല. ഭാര്യ വേലക്കാരിയല്ല, ജീവിത പങ്കാളിയാണ്. ഇതാണ് ഇന്ന് രാജ്യത്ത് ചർച്ചയാകുന്ന ശക്തമായ സന്ദേശം. ഒരു ദാമ്പത്യ തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞത് ഇതാണ്: ഭാര്യയെ ഒരു വീട്ടുജോലിക്കാരി എന്ന നിലയിൽ കാണാൻ പാടില്ലെന്നും വീട് നോക്കുന്നത് അവളുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നും വീട്ടുജോലി ചെയ്യാത്തതിന് അത് ക്രൂരതയായി കണക്കാക്കാൻ പാടില്ല എന്നുമാണ്. ഈ വിധി ഒരു നിയമപരമായ തീരുമാനം മാത്രമല്ല, സമൂഹത്തിനുള്ള ഒരു വലിയ സന്ദേശം കൂടിയാണ്. ഇന്ന് പല വീടുകളിലും അവൾ വീട്ടിൽ തന്നെയല്ലേ, ജോലിയൊന്നുമില്ലല്ലോ എന്ന ചിന്ത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കോടതി വ്യക്തമാക്കുന്നത് വീട്ടുജോലി തന്നെ ഒരു ജോലിയാണ്. അതിന് സാമ്പത്തിക മൂല്യമുണ്ടെന്നതുപോലെ തന്നെ മാനസിക മൂല്യവുമുണ്ടെന്നാണ്. ഒരു വീട്ടമ്മ ദിവസം മുഴുവൻ ചെയ്യുന്ന ജോലികൾക്ക് ശമ്പളം കിട്ടുന്നില്ലെങ്കിലും അവളുടെ പരിശ്രമം കുടുംബത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. അതേസമയം ജോലിക്ക് പോകുന്ന ഭാര്യയായാലും അവൾക്ക് ഇരട്ട ഉത്തരവാദിത്വമാണ്: പുറത്തും ജോലി, വീട്ടിലും ജോലി. അതിനാൽ കോടതി പറയുന്നത് വളരെ ലളിതമാണ്: ബാധ്യതകൾ പങ്കിടണം, ബഹുമാനം കാണിക്കണം, സമത്വം പാലിക്കണം. വിവാഹം ആരുടെയെങ്കിലും മേൽ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു കരാറല്ല, പകരം പരസ്പരം കൈപിടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ബന്ധമാണ്. ഒരു ഭാര്യ അവൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ മാത്രമല്ല, അവൾ ഒരു സുഹൃത്താണ്, അവൾ നമുക്കൊരു പിന്തുണയാണ്, ഒരു കുടുംബത്തിൻ്റെ സമാധാനമാണ്. അവൾ ചിരിക്കുന്നുവെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും. അവൾ വേദനിക്കുന്നുവെങ്കിൽ ആ വീട്ടിൽ നിശബ്ദത മാത്രം. ഇന്ന് ഈ വിധിയിലൂടെ ഉയരുന്ന ഒരു പ്രധാന ചോദ്യം: നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പങ്കാളിയെ എങ്ങനെ കാണുന്നു? വേലക്കാരിയായിട്ടോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ടോ? ഒരു ഭാര്യ അവൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ മാത്രമാണോ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഹൃദയമാണോ? ഒരു ഭർത്താവ് അവൻ വീട്ടിലെ തലവൻ മാത്രമാണോ, അല്ലെങ്കിൽ ഉത്തരവാദിത്വം പങ്കിടുന്ന ഒരാളാണോ? ഈ ചോദ്യങ്ങൾ ഇന്ന് വെറും ചർച്ചകളല്ല. ഇതുവരെ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ കാര്യങ്ങൾ ഇന്ന് നിയമത്തിൻ്റെ ഉയർന്ന വേദിയായ സുപ്രീം കോടതി വരെ എത്തിയിരിക്കുകയാണ്. ഭാര്യ വേലക്കാരിയല്ല, ജീവിത പങ്കാളിയാണ്. ഇതൊരു വാക്ക് മാത്രമല്ല, ഒരു മുന്നറിയിപ്പാണ്. ഇതൊരു സാധാരണ വിധിയല്ല. ഇത് വർഷങ്ങളായി സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു തെറ്റായ ചിന്തയെ ചോദ്യം ചെയ്യുന്ന തീരുമാനമാണ്. ഒരു വീട്ടമ്മയുടെ ജോലി 24 മണിക്കൂറും തുടരും. അവൾക്ക് ലീവില്ല, സാലറി ഇല്ല, അഭിനന്ദനങ്ങളുമില്ല, ഉയർന്ന പദവികളില്ല. പക്ഷേ അവൾ ഇല്ലെങ്കിൽ ആ വീടിൻ്റെ താളം തന്നെ മാറും. ഇതിന് ഉദാഹരണമായി നമുക്ക് രാഹുലിൻ്റെയും സൈനയുടെയും കഥ കേൾക്കാം. രാഹുൽ ഒരു ജോലിക്കാരനായിരുന്നു, സൈന വീട്ടമ്മയായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ ഉടൻ ആദ്യ നാളുകളിൽ എല്ലാം സന്തോഷത്തിലായിരുന്നു. മെല്ലെ മെല്ലെ രാഹുലിൻ്റെ മനസ്സിൽ ചില ചിന്തകൾ തുടങ്ങുന്നു. അവൾ എനിക്ക് ശ്രദ്ധ തരുന്നില്ല, ചായ പോലും സമയത്ത് തരുന്നില്ല, കുട്ടികളെ ശരിയായി നോക്കുന്നില്ല, എപ്പോഴും മൊബൈലിലാണ്. ഒരു ദിവസം രാഹുൽ വീട്ടിലെത്തുന്നു. ചായ തയ്യാറായിട്ടില്ല, കുട്ടികൾ കളിക്കുകയാണ്, ഭക്ഷണം ഓർഡർ ചെയ്തിരിക്കുന്നു. രാഹുൽ കോപത്തോടെ: നീ ദിവസവും എന്താണ് ഇവിടെ ചെയ്യുന്നത്? വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത്? വേറെ പണിയൊന്നുമില്ലല്ലോ. സൈന ഒന്നും പറഞ്ഞില്ല. ആ ദിവസത്തിനു ശേഷം കുറച്ചൊക്കെ ചേഞ്ച് അവളിൽ വന്നു. ഒരു ദിവസം സൈന അസുഖപ്പെട്ടു. അവൾക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ രാഹുൽ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യേണ്ടി വരുന്നു. ആ സമയത്താണ് അവൻ മനസ്സിലാക്കുന്നത്: കുട്ടികളെ എഴുന്നേൽപ്പിക്കൽ, സ്കൂളിലേക്ക് റെഡിയാക്കൽ, ഭക്ഷണം തയ്യാറാക്കൽ, വീട് വൃത്തിയാക്കൽ, ജോലിക്ക് പോകൽ. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം രാഹുലിന് മനസ്സിലായി ഇത് എളുപ്പമല്ല. അവൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് അവൻ്റെ വലിയ തെറ്റായിരുന്നു. രാഹുൽ സൈനയോട് പറയുന്നു: ഞാൻ എന്നെ തെറ്റായി മനസ്സിലാക്കി. നീ വേലക്കാരിയല്ല, എൻ്റെ ജീവിത പങ്കാളിയാണ്. പിന്നീടുള്ള ദിവസങ്ങൾ അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അതായത് അവർ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നു. ഈ കഥ ഒരു വീടിൻ്റെ മാത്രം കഥയല്ല, ഇത് ആയിരക്കണക്കിന് വീടുകളുടെ യാഥാർത്ഥ്യമാണ്. ഒരു ഭാര്യ ജോലി ചെയ്യുന്നില്ലെങ്കിൽ പോലും അവൾ ചെയ്യുന്ന വീട്ടുജോലികൾക്ക് മൂല്യമുണ്ട്. ഒരു ഭാര്യ ജോലിക്ക് പോകുന്നവളാണെങ്കിൽ അവൾക്ക് ഇരട്ട ഉത്തരവാദിത്വമുണ്ട്. ഭർത്താവ് സഹായിക്കുന്നത് ഹെൽപ്പല്ല, അത് അവൻ്റെ ഉത്തരവാദിത്വമാണ്. വീട് ഭാര്യയുടേത് മാത്രമല്ല, അവൻ്റേതു കൂടിയാണ്. വിവാഹം കമൻറ്റ് ചെയ്യാനുള്ള ബന്ധമല്ല, കൺട്രോൾ ചെയ്യാനുള്ള ബന്ധമല്ല, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാനുള്ളതാണ്. പരസ്പരം സപ്പോർട്ട് ചെയ്യാനുള്ള ബന്ധമാണ്. ഇന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞ ഒരു വാക്ക് ഒരു വലിയ മാറ്റത്തിന് തുടക്കമാകാം. പക്ഷേ നിയമം പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? ഇന്നു തന്നെ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഒരു സഹായമല്ല, അതൊരു പങ്കിടലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ബന്ധം നിലനിൽക്കുന്നത് സ്നേഹത്താലും ബഹുമാനത്താലുമാണ്.
ഇനി പരസ്പരം ഒരു ചെറിയ ചോദ്യവുമായി നിങ്ങൾക്ക് സമീപിക്കാം. നിങ്ങളുടെ വീടിനുള്ളിൽ നിങ്ങൾക്കൊരു നിമിഷം സ്വയം ചോദിക്കാം, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ജീവിത പങ്കാളിയാണോ, അല്ലെങ്കിൽ വേലക്കാരിയാണോ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ ജീവിത പങ്കാളിയായിട്ടാണോ കാണുന്നത്, അല്ലാതെ വീട്ടുജോലി എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരാളായിട്ടാണോ? ഒരു ജോലിയില്ലാത്ത ഭാര്യയാണെങ്കിൽ പോലും അവളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ, അവൾക്ക് ആവശ്യമായ കാര്യങ്ങൾ സുഗമമായി നേടാൻ അവസരമൊരുക്കുകയും ചെയ്യണം. അവളുടെ മനസ്സിന് ശാന്തിയും സന്തോഷവും ഉണ്ടാക്കാനായി ശ്രമിക്കണം. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുകയും അവന് പിന്തുണ നൽകുകയും ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഒരു ജീവിത പങ്കാളിത്തം രൂപപ്പെടുന്നു. ഒറ്റ നിമിഷവും ചെറിയ പ്രവർത്തനങ്ങളും സന്തോഷം പകരുന്നു. ഒരു ചെറിയ ചായ, ഒരു ഭക്ഷണം, കുട്ടികളുടെ ചെറിയ വിജയങ്ങൾ, ഇവയെല്ലാം സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ചെറിയ മാജിക്കാണ്. നമ്മൾ ഒറ്റ ദിവസം പോലും ഈ ചെറിയ കാര്യങ്ങൾ കാണാതിരുന്നാൽ അവിടെയുള്ള സന്തോഷവും കുറയുന്നു. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഒരുപോലെ കാണുകയും തെറ്റുകൾ നോക്കാതെ ചെറിയ സഹായങ്ങൾ വിനിമയം ചെയ്യുകയും ചെയ്താൽ ഓരോ ദിവസവും ഒരു നല്ല ബന്ധത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തുടക്കമാകുന്നു. ഒരു വീട്ടമ്മയുടെ ജോലി മാത്രമല്ല, അവളുടെ മനസ്സ്, സമയം, പരിശ്രമം എന്നിവയ്ക്കും വില നൽകണം. അതുപോലെ തന്നെ ഭർത്താവ് ചെയ്യുന്ന ഓരോ ചെറിയ പ്രവർത്തനങ്ങൾക്കും ബഹുമാനം നൽകേണ്ടതും കൂടിയാണ്. നമ്മൾ രണ്ടു പക്ഷവും സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും പ്രവർത്തിച്ചാൽ ഒരു വീടും ഒരു കുടുംബവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിറയും. ഇത് നിങ്ങളുടെ വീട്ടിലും മനസ്സിലും എന്നും ഓർമ്മയാകട്ടെ. ഗുഡ് ബൈ.